Good morning, everyone. Morning, Miss. Good morning, ma'am. Good morning. Good morning, ma'am. Yeah, good morning. Okay. Mr. കുറവാണോ ക്ലാസ്സില്? പറയൂ. പെരുന്നാളൊന്നും കഴിഞ്ഞില്ല? ഓക്കെ, നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് ഓക്കെ എല്ലാവരും ആക്റ്റീവ് ആണോ? ഫസ്റ്റ് ചോദിക്കട്ടെ, ആക്റ്റീവ് ആണോ? റെഡിയാണോ? എന്തൊന്നും ഉണ്ടാക്കേ? റെഡിയാണ്. ആരും ഇല്ലല്ലോ ക്ലാസ്സില്, കുറവാണല്ലോ. റെഡിയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇതൊരു സ്ട്രെങ്ത് കുറവായത് കൊണ്ടാണ് നമ്മള് അടുത്തൊരു ടൈംസിലേക്ക് പോവാനേ. റെഡിയാണ്, എല്ലാവരും റെഡിയാണ്. ഓക്കെ, സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആൻഡ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് രണ്ടും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ഇനി പ്രത്യേകിച്ച് ഡൗട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ ആർക്കും, അല്ലേ? ഡൗട്ട് ഉണ്ടോ? റെസ്പോണ്ട് ചെയ്യൂ. ഡൗട്ട് ഉണ്ടോ ഇല്ലയോ? റെസ്പോൺസ് ഒന്നും ഇല്ലല്ലോ. എന്ത് പറ്റി? രാവിലെ ഇതിന്റെ മൂഡ് ഓഫ് ആണോ എല്ലാവരും? ക്ലാസ് കേട്ടതിന്റെയും ക്ഷീണാണോ? ക്ലാസ്സിലുണ്ടോ എല്ലാവരും? എല്ലാരും ക്ലാസ്സിലുണ്ടോ? ഉണ്ട് മിസ്സേ, ഉണ്ട്. ഉണ്ട്. ഡ്യൂട്ടി ടൈം ആണ്. ഓക്കെ, മോർണിംഗ്. എല്ലാരും ഉണ്ടല്ലോ? ഉണ്ട്. ഓക്കെ. അപ്പോ so let's moving on. Next tense. Good morning. Okay, so അടുത്ത ടെൻസ് കേട്ടോ. നമുക്ക് അടുത്ത ടെൻസിലേക്ക് മൂവ് ചെയ്യാം. ഏതാണ്? സിമ്പിൾ പ്രസന്റ് ആൻഡ് പ്രസന്റ് കണ്ടിന്യൂസ്. ഇത് രണ്ടും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി തേർഡ് വൺ അല്ലെ? പ്രസന്റ് ടെൻസിലെ തേർഡ് ആക്ഷൻ ആണ് ഇത് പ്രസന്റ് പെർഫെക്റ്റ്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ടേക്ക് യുവർ നോട്ട്ബുക്ക് ആൻഡ് റൈറ്റ് ഡൗൺ ദ ഹെഡിങ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. ഓക്കെ, then അതിന്റെ സ്ട്രക്ചർ എഴുതുന്നതാണ്. സ്ട്രക്ചർ എഴുതണം. ഓക്കെ, ഫസ്റ്റ് ഹെഡിങ് എഴുതാം. Present perfect tense heading എഴുതാ. Then structure. മാം ഒരു മിനിറ്റ് മാം നിക്കേ. മാം ബുക്ക് ഒന്ന് എടുത്തോട്ടെ, വെയിറ്റ് ചെയ്യ്. ഓക്കെ, സോറി മാം, കാരണം ഞാൻ ഇപ്പൊ ഒരു ക്ലാസ് കഴിഞ്ഞ് വന്നതേ ഉള്ളൂ കേട്ടോ, അതുകൊണ്ടാ. മാം സ്റ്റഡി ചെയ്തോ, കുഴപ്പമില്ല. ഓക്കെ. റസിയ കണ്ട കുറച്ച് നാളായല്ലോ. കുറച്ച് നാളാ പെരുന്നാളിന്റെ തിരക്കായിരുന്നോ? അതെ അതെ, പെരുന്നാളിന്റെ തിരക്കായിരുന്നു. പിന്നെ കുറച്ച് പേരെ അല്ലാണ്ട് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഭയങ്കര തിരക്കായി പോയി. ഓക്കെ ആണോ? ഫ്രീ ആയി? ഇപ്പൊ ഫ്രീ. ഞാൻ ഡ്രൈവിംഗ് ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിന്ന് പെട്ടെന്ന് ഓടി വന്നേ മാമിന്റെ ക്ലാസ്സിന് വേണ്ടി. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സില് ആരില്ലാത്തതുകൊണ്ട് ടെൻസ് ഒന്നും എടുത്തില്ല. ഞാൻ കണ്ടായിരുന്നു റെക്കോർഡ് ക്ലാസ് കുറച്ച് കണ്ടായിരുന്നു. ബാക്കി കാണാൻ സമയം കിട്ടിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഈവനിങ് ഒന്നും കൂടെ കാണാന്ന്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്നും എടുത്തില്ലേ? ഒന്നും എടുത്തില്ല. എടുത്തു. സിമ്പിൾ പ്രസന്റ് പ്രസന്റ് കണ്ടിന്യൂസ്ലി നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു. ക്വസ്റ്റ്യൻസ് കുറച്ച് ചെയ്തു. ഓക്കെ, സോ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ സ്ട്രക്ചർ എഴുതാൻ എല്ലാവരും. സബ്ജക്ട് പ്ലസ് has or have plus subject plus has or have plus V3. Subject plus has or have plus V3. Subject plus has or have plus V3. 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 Has or have plus
ഇതാണ് സ്ട്രക്ചർ വരാട്ടോ. സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ ഹാസ് അല്ലെങ്കിൽ ഹാവ് യൂസ് ചെയ്യാം. ദെൻ യൂസ് ചെയ്യേണ്ട വേർബ് ഏതാണ്? തേർഡ് ഫോം ആയിരിക്കണം. തേർഡ് ഫോം ഓഫ് ദി വേർബ്, അതായത് V3 ആയിരിക്കണം. ഇത് റൂൾ ആണ് കേട്ടോ. അങ്ങനെ തന്നെ പോകണം. ഓക്കെ, ഇതിന് മലയാളം മീനിങ് വരുന്നത് ചെയ്തിട്ടുണ്ട് എന്നാണ്. ചെയ്തിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്, ഇതാണ് മലയാളം മീനിങ് വരാം. മാം ഒന്നും കൂടെ പറയാവോ? Subject plus has or have plus V3. Subject plus has or have plus V3. Okay. മലയാളം മീനിങ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്നൊരു മീനിങ് ആണ് വരാം കേട്ടോ. പ്രസന്റ് ടെൻസിൽ ഒരു കംപ്ലീറ്റ് ആയ ഒരു കാര്യം നമ്മൾ പറയില്ലേ, അത് ഈ ടെൻസ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ചെയ്തിട്ടുണ്ടെന്ന് മാത്രം ബ്രാക്കറ്റിൽ എഴുതി വെക്കാം. ഓക്കെ, അതിനുശേഷം ഞാൻ പറയാം. ദെൻ എഴുതേണ്ടത് നമ്മുടെ ഹാസ് ടു ഹാവ്, ഇത് ആരുടെ കൂടെ ഏത് സബ്ജക്റ്റിന്റെ കൂടെ യൂസ് ചെയ്യണം എന്ന് അറിയണ്ടേ, അല്ലെ? അതായത് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? യൂസ് ചെയ്യും. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഹാസും പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ ഹാവ് ആണ് യൂസ് ചെയ്യാം. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഹാസും പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ ഹാവ് ആണ് യൂസ് ചെയ്യാം. അപ്പൊ സിംഗുലർ സബ്ജക്ട് ഏതൊക്കെയാണ്? ഹി, ഷീ, ഇറ്റ്, ഇതൊക്കെയാണ് സിംഗുലർ സബ്ജക്ട്. ഹി, ഷീ, ഇറ്റ്, എവരിബഡി, അല്ലെ? ഇതാണ് സിംഗുലർ സബ്ജക്ട്. ആൻഡ് പ്ലൂറൽ സബ്ജക്ട് ഏതൊക്കെയാണ്? I, you, we, they. I have, we have, you have, they have. He has, she has, it has, everybody has. എന്നാ പറയാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഹാസ് വി ഹാവ് യൂസ് ചെയ്യേണ്ടത്. ഇനി വേർബ് ആണ്, അല്ലെ? ഒരു വേർബ് വേണമെങ്കിൽ ആ വേർബ് യൂസ് ചെയ്യേണ്ടത് ഏത് ഫോം ആണ്? V3 ഫോം ആയിരിക്കണം കേട്ടോ. ഇപ്പോ റൈറ്റ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് റിട്ടൺ ആയിരിക്കണം. റിട്ടൺ, റൈറ്റ്, റോട്ട്, റിട്ടൺ. V3 ഫോം റിട്ടൺ ആണ്. സോ നമ്മൾ യൂസ് ചെയ്യേണ്ട വേർബ് റിട്ടൺ ആയിരിക്കണം. He has written a novel. He has written a novel. അവൻ ഒരു നോവൽ എഴുതിയിട്ടുണ്ട് എന്നൊരു മീനിങ്ങിലാണ് വരാം. ഓക്കെ, he has written a novel. അവൻ ഒരു നോവൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, is it clear or not? ക്ലിയർ മിസ്. ക്ലിയർ ആണ്, ചെയ്തിട്ടുണ്ട്. അതായത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളിത് പ്രസന്റ് ടെൻസ് ആണ്, അല്ലെ? കറന്റ് നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ പ്രസന്റ് ടെൻസിൽ നമ്മൾ കംപ്ലീറ്റ് ആയ ഒരു പ്രോസസ്സ്, എപ്പോഴും നമുക്ക് പ്രസന്റ് ടെൻസിൽ എന്തൊരു പ്രോസസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നമ്മൾ കംപ്ലീറ്റ് ചെയ്യാറുണ്ട്, അല്ലെ? സോ ആ കംപ്ലീറ്റ് ചെയ്ത ഒരു പ്രോസസ്സിൽ നടക്കുന്ന ആ സംഭവം നമ്മൾ ഈ ടെൻസ് വെച്ച് നമുക്ക് പറയാൻ പറ്റും. അതായത് നിങ്ങളിപ്പോ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ I have finished my cook. I have finished my breakfast. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഫിനിഷ് ചെയ്തു. കറന്റ്ലി നടന്ന ഒരു 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 എന്തൊരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ആണ്. അത് പറയാൻ വേണ്ടി നമുക്ക് ഈ ടെൻസ് യൂസ് ചെയ്യാൻ പറ്റും, ചെയ്യാവുന്നതാണ്. അതർവൈസ് നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് വേണമെങ്കിൽ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞാലും മതി. മനസ്സിലായോ? പാസ്റ്റ് ടെൻസിലേക്ക് പോയി പറഞ്ഞാലും മതി. അത് ഏതാണ് നിങ്ങൾ സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ട് വേണം, ഏത് ടെൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ. ആ രീതിയിൽ പറയാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? മനസ്സിലായോ? I have completed my work. I have completed my homework. ഞാൻ എന്റെ ഹോംവർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട് എന്ന് പറയും. ഓക്കെ, ചെയ്തിട്ടുണ്ട് എന്നാണ് കേട്ടോ. അറ്റ് പ്രസന്റിൽ ഒരു കാര്യമാണ്, പ്രസന്റ് ടെൻസിൽ ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ പഠിച്ച ഈ 3 ടെൻസ് നമ്മൾ പ്രസന്റ് ടെൻസിൽ ചെയ്യുന്നതാണ്, അല്ലെ? ചെയ്യുന്നു, കണ്ടിന്യൂസ് എന്ന് പറയുന്നു, ചെയ്യുകയാണ്, ഇത് ചെയ്തിട്ടുണ്ട്. ഇത് 3 കിട്ടി. ഇത് 3 നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രസന്റ് ടെൻസിൽ തന്നെയാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോ എക്സാമ്പിൾസ് എന്ന് പറയും എല്ലാവർക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ യൂസ് ചെയ്യേണ്ട വേർബ് V3 ആയിരിക്കും, അല്ലെങ്കിൽ മീനിങ് അല്ല, ഗ്രാമർ മിസ്റ്റേക്ക് ആയിരിക്കും. ഓക്കെ, ഓക്കെ ആണോ? ക്ലിയർ ആണോ?
ക്ലിയർ ആണ് മിസ്. Okay. So ഞാൻ example വന്നിട്ടുണ്ട്. ഇനി എപ്പോഴും റെസ്പോണ്ട് ചെയ്യും. ഞാൻ ഇങ്ങനെ കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടായിരുന്നു റെസ്പോണ്ട് ചെയ്യും നിങ്ങൾ. ഞാനും റെസ്പോൺസ് വളരെ കുറവാണ്. ഓക്കെ, എക്സാമ്പിൾസ് പറയൂ കേട്ടോ എല്ലാവരും. എക്സാമ്പിൾസ് പറയൂ. നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം, അൺമ്യൂട്ട് ചെയ്ത് പറയാം. ഓക്കെ, ഞാൻ അവന്റെ വീട്ടിൽ പോയിട്ടുണ്ട് എന്നെങ്ങനെയാ പറയാ? He has played cricket. അവൻ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്, കളിച്ചിട്ടുണ്ട്. അവൻ അവന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. അവൾ അവന്റെ വീട്ടിൽ പോയിട്ടുണ്ട് എന്ന് പറയും. അവൾ അവന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. എങ്ങനെയാ പറയാ? I have gone to his home. എന്തോ? She has gone to his home. She has gone to his home. She has gone gone to his home. അവൾ അവന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. She has gone to his home or his house or home. Okay, പോയിട്ടുണ്ട്, ഉണ്ട്. ഓക്കെ, നമുക്ക് നേരത്തെ അറിയാവുന്ന ഒരു കാര്യം, ഹാസ് ഹാവ് ഒക്കെ നമുക്ക് നൗണിന്റെ കൂടെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ട് എന്ന് അറിയിക്കാനാണ് അല്ലെ. എനിക്കൊരു കാർ ഉണ്ട്, ഐ ഹാവ് എ കാർ. എനിക്കൊരു കാർ ഉണ്ട്, അവനൊരു കാർ ഉണ്ട്, ഷി ഹാസ് എ കാർ. മനസ്സിലായോ? അവിടെ ഒരു ഉണ്ട് എന്ന് വരുന്നുണ്ട്. ഇത് പ്രവൃത്തിയാകുമ്പോ വെറുപാകുമ്പോ ചെയ്തിട്ടുണ്ട്, ചെയ്യുകയാണല്ലോ, പ്രവൃത്തി ചെയ്യുകയാണല്ലോ, ചെയ്തിട്ടുണ്ട് എന്നൊരു മീനിങ് വരും. She has cooking biryani. No, mistake ആണ്. കുക്കിംഗ് അല്ല വരാട്ടോ. ഞാൻ പറഞ്ഞല്ലോ വെറുതെ യൂസ് ചെയ്യുമ്പോ മിസ് വരുന്നേ കുക്കല്ലേ, കുക്കിന്റെ വീട്ടിൽ കുക്ക്ഡ് അല്ലേ? ബിരിയാണി. ഓക്കെ, അപ്പോ യൂസ് ചെയ്യുന്ന verb എപ്പോഴും തേർഡ് ഫോം ആയിരിക്കണം കേട്ടോ. She has gone to the gym. അവൾ ജിമ്മിൽ പോയിട്ടുണ്ട്, അവൾ ജിമ്മിൽ പോയിട്ടുണ്ട്. കറക്റ്റ് ആണേ. She has a new car. Yeah, she has a new car. അത് noun വെച്ചിട്ടാണ് കേട്ടോ. അത് noun ആണ്, അവിടെ verb വരുന്നില്ല. ഓക്കെ, നമ്മള് ടെൻസ് പറയുമ്പോ നമുക്കിവിടെ ടെൻസിൽ വരുന്ന verb ആണ്. ഒരു പ്രവൃത്തികളെ കുറിച്ച് നമുക്ക് പറയാം. noun മനസ്സിലാക്കി വെക്കാം. ഹാസും ഹാവിന്റെയും എന്താണ് വരാം? ഓണർഷിപ്പ് ആണ് വരാം. എനിക്ക് അതുണ്ട്, എനിക്ക് ഇതുണ്ട് എന്ന് വരും കേട്ടോ. They have done their work. Yeah, correct ആണ്. They have done their work. Then He has watched the movie. He has watched a movie. Right? He has watched the movie. He has gone to the movie. Yeah. I have gone there. I have finished my job. She has drove the car. മിസ് ഡ്രൈവിന്റെ വീത്രി ഫോം വരുമ്പോഴത്തേക്കും എന്താ വരിക? ഡ്രൈവൻ ആണല്ലേ, ഡ്രോവ് അല്ല. ഓക്കെ, driven ആണ്. ഓക്കെ ഓക്കെ, ഡ്രിവൻ. Okay. Then എക്സാമ്പിൾസ് പറയണം കേട്ടോ എല്ലാവരും. എക്സാമ്പിൾസ് പറയാതെ നമുക്കൊന്നും നടക്കില്ല. നല്ല പഠിക്കുള്ളൂ. I have gone to the classroom. നിങ്ങൾ മലയാളം മീനിങ് നോക്കണ്ട. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സബ്ജക്റ്റിന്റെ കൂടെ യൂസ് ചെയ്തിരിക്കുന്ന ഹാസ് ആണോ ഹാവ് ആണോ എന്ന് നോക്കുക. അതിനുശേഷം യൂസ് ചെയ്തിരിക്കുന്ന വേർബ് വിദ്രി ഫോം ആണോ എന്ന് നോക്കാം. ഇത്രയും മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അല്ലാതെ സെന്റൻസിന്റെ മീനിങ് ഒന്നും നോക്കേണ്ട ആവശ്യപ്പെടില്ല. സെന്റൻസിന്റെ മീനിങ് നോക്കുമ്പോൾ ചില പൊട്ടത്തെറ്റകൾ നമുക്ക് തോന്നാം. ഓക്കെ, അതുകൊണ്ട് മീനിങ് നോക്കണ്ട. I have completed my graduation course. I have completed my Graduation. I have completed my graduation. Yes. Okay, correct. I have gone to the classroom.
ഇവിടെ ഒരു പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. 2-3 വർഷങ്ങൾക്ക് മുൻപാണ് നിങ്ങൾ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആയെങ്കിൽ ഒരിക്കലും വീട്ടൻസ് വെച്ച് പറയരുത്. മനസ്സിലായോ? അത് ഒരുപാട് മുന്നേ ആണെങ്കിൽ നമുക്ക് പാസ്റ്റ് ടെൻസ് വെച്ച് പറയുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പൊ പ്രസന്റിൽ കുറച്ചേ ആയിട്ടുള്ളൂ നടന്നിട്ട് ആ ഒരു കാര്യങ്ങൾ പറയാനാണ് നമ്മൾ ഹാസ് ബീൻ ഹാവിങ്. ക്ലിയർ ആയോ? ഈ വർഷം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഐ ഹാവ് കംപ്ലീറ്റഡ് എന്ന് പറയാല്ലേ? അങ്ങനെ പറയാം. ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ ഗ്രാജുവേഷൻ എന്ന് പറയുന്നത്. അത് കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവും. ഓക്കെ, നിങ്ങൾ ഇപ്പൊ പറഞ്ഞെങ്കിൽ അതൊന്ന് ഫിനിഷ് കംപ്ലീറ്റ് ആയിട്ടേ ഉള്ളൂ എന്ന് കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവും. അതായത് 2-3 വർഷങ്ങൾക്ക് മുന്നേ നടന്ന കാര്യമാണെങ്കിൽ ഐ കംപ്ലീറ്റഡ് മൈ ഗ്രാജുവേഷൻ എന്ന് പറയുന്നത് ഏറ്റവും നല്ലത്. ഓക്കെ, they have gone to the class, they have gone to the class, I have gone to the classroom. Yeah, നിങ്ങൾ സെയിം ആണല്ലോ. I have written the story. I have written the story. നിങ്ങൾക്ക് ഞാൻ ഒരു ദിവസം ആർട്ടിക്കിളിനെ കുറിച്ച് ചോദിച്ചല്ലേ? ആർട്ടിക്കിൾ ഡൗട്ട് ഉണ്ട്. എനിക്കുണ്ടായിരുന്നു ഡായൊക്കെ ചേർക്കുമ്പോഴത്തേക്കും അതൊക്കെ ആർട്ടിക്കിൾ ഭയങ്കര ഡൗട്ട് ഉണ്ട്. പക്ഷെ ഞാൻ ആർട്ടിക്കിൾ പറഞ്ഞുതരാം കേട്ടോ. ഒരുപാട് ആധികാരികമായി ഞാൻ പറയില്ല, ജസ്റ്റ് കുറച്ച് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ മാത്രം ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ഓക്കെ, ആധികാരികമായി പറഞ്ഞാലും ചിലപ്പോ ഒന്നും മനസ്സിലാവില്ല. അതിന് നല്ലതല്ലേ സിമ്പിൾ ആയിട്ട് പറയുന്നേ, അല്ലേ? She has studied Spanish for 5 years. She has studied Spanish for 5 years. എന്താണ് നമ്മൾ ഉദ്ദേശിച്ചത് കാർത്തിക? അത് ഹാസ് ബീൻ വെച്ചിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ അല്ലേ? കാർത്തിക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് കണ്ടിന്യൂസ് പ്രോസസ് അല്ല, ജസ്റ്റ് കംപ്ലീറ്റ് ആയ ഒരു കാര്യമാണ്. ഇവിടെ ഫോർ 5 years എന്ന് പറയുമ്പോൾ ഇതുവരെയും കംപ്ലീറ്റ് ആയിട്ടില്ല. ഓക്കെ, പക്ഷെ നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നത് ഹാസ് ബീൻ യൂസ് ചെയ്യാം. അത് ഞാൻ പറഞ്ഞുതരാം. ഹാസ് ബീൻ കറക്റ്റ് ആണ്. അപ്പൊ വെറുതെ മാറും. പറഞ്ഞുതരാം കേട്ടോ, പക്ഷെ കറക്റ്റ് അല്ലേ? ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ ലൈഫ്. ഒരു കാര്യം ഫിനിഷ് ചെയ്തിട്ടുണ്ട്, അതാണ് ഇവിടെ ഞാൻ പറഞ്ഞത്. മലയാളം ചെയ്തിട്ടുണ്ട് മീൻസ് അത് കംപ്ലീറ്റഡ് ആണ്. പ്രസന്റ് ടെൻസിൽ കംപ്ലീറ്റഡ് ആയ ഒരു കാര്യത്തെ നമ്മൾ ഈ ടെൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പറയാം. ഓക്കെ, കണ്ടിന്യൂ ചെയ്യുന്ന ഒരു കാര്യം ഈ ടെൻസ് വെച്ചിട്ടല്ല പറയാം കേട്ടോ, വ്യത്യാസമുണ്ട്. ഇതുപോലെ ഒരുപാട് എക്സാമ്പിൾസ് പറയൂ. കുറച്ചൊക്കെ മിസ്റ്റേക്സ് വരുമെന്ന് ഞാൻ ക്ലിയർ ചെയ്തത്. ആർട്ടിക്കിള് ഇപ്പൊ പറയണോ അല്ലെങ്കിൽ പ്രസന്റ് ടെൻസ് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞാൽ മതിയോ? പതുക്കെ പറഞ്ഞാ മതി മിസ്സേ, ഇപ്പൊ പറയണ്ട. ഇപ്പൊ ഇത് ഈ ഫ്ലോയിൽ അങ്ങ് പോട്ടെ, പിന്നെ നമുക്ക് അവസാനം പറയാം. ഓർമ്മിപ്പിക്കണോട്ടെ എന്നെ, ഞാൻ മറന്നു. ഞാൻ ഓർമ്മിപ്പിക്കാം ഉറപ്പായിട്ടും. എന്റെ താക്കോല് കളഞ്ഞു പോയിട്ടുണ്ട്, എങ്ങനെയാ പറയാ? കളഞ്ഞു പോയിട്ടുണ്ട്, മിസ്സായിട്ടുണ്ട് എന്നല്ല പറയുക. നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. I have completed my morning duties. Yeah. I have lost my key. Yeah, I have lost my keys. I have lost my key. മിസ്സേ അതെന്തായിരുന്നു? കളഞ്ഞു പോയിന്നോ? താക്കോൽ കളഞ്ഞു പോയിട്ടുണ്ട്. I have lost my key. ഓക്കെ. ഈ ലോസ്റ്റിന് പകരം നമുക്ക് മിസ്ഡ് എന്ന് യൂസ് ചെയ്യാവോ? എന്തോ? ലോസ്റ്റ് എന്ന് പറയുന്ന വെർബിന് പകരം നമുക്ക് മിസ്ഡ് എന്നുള്ളത് യൂസ് ചെയ്യാവോ? ഏതാണ്? ഏതാണ്? I have missed my key എന്ന് പറയാവോ? നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ ലോസ്റ്റ് ആണ്. ഓക്കെ, അല്ല മിസ് എന്ന് പറയുന്ന വെർബ് യൂസ് ചെയ്യാവുന്നതല്ലേ? മനസ്സിലായി. മിസ് ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. മിസ്ഡ് എന്ന് പറയുന്നത് മിസ്ഡ്. ഓക്കെ, എന്തായാലും കുഴപ്പമൊന്നുമില്ല. സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ട് നമുക്ക് എവിടെ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് V3 ഫോം ആയിരിക്കണം എന്ന് മാത്രം.
മിസ്സേ ലോസിന്റെ V3 ഫോമല്ലേ നമ്മൾ ആഡ് ചെയ്യുന്നേ? ലോസ്ഡ് ആവോ? No. ലോസ്റ്റ് തന്നെ. ലോസ് തന്നെ. Lost. ഇതാ വരാം. അപ്പൊ ഐ ഹാവ് ലോസ്റ്റ് മൈ കീ എന്നല്ലേ? No, അതെ. ലോസ് അല്ലല്ലോ. Lost അല്ല, lost. Lost വരും, lost. ആ ഓക്കെ 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 ഓക്കെ. ഒരു കാര്യം V3, V1, V2, V3 ഫോം ഇമ്പോർട്ടന്റ് ആണ്, അത് പഠിക്കണം. ഓക്കെ, ഞാൻ നോട്ട് ഞാൻ ഇവിടെ നോക്കിയപ്പോ ആരും ലോസ് നിട്ട, അപ്പൊ അതാണ് ഞാൻ നോക്കിയത്. പിന്നെ അതാണ് ഞാൻ ഒരു ഡൗട്ട് ആയിട്ട് പെട്ടെന്ന് ചോദിച്ചത്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് കഴിഞ്ഞ് പ്രസന്റ് ടെൻസ് കഴിയുമല്ലോ. ഞാൻ അപ്പൊ നിങ്ങൾക്ക് V1, V2, V3 ഫോം തരാം. അത് നിങ്ങൾ എഴുതിയെടുക്കേണ്ടി വരും. അപ്ലോഡ് ചെയ്യില്ല ഞാൻ, കുറച്ച് കൂടുതലുണ്ട്. എഴുതിയെടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. കുറെ കൂടെ മെമ്മറി ആയിട്ട് നിൽക്കും. മെമ്മറി ആയിട്ട് നിൽക്കും. അപ്പൊ അടുത്ത ക്ലാസ് ഞാൻ ഈ പ്രസന്റ് ടെൻസ് ഒന്ന് കംപ്ലീറ്റ് ആക്കട്ടെ, എന്നിട്ട് നമുക്ക് V1, V2, V3 തരാം. കുറച്ച് എല്ലാവർക്കും ഡൗട്ട് ഉണ്ട്, അത് പഠിക്കണം. അത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ ടെൻസ് യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ തെറ്റിപ്പോകും. ഓക്കെ, I have read my book. പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ അല്ലേ? മിസ്സേ, Raj has just gone out to the market. Raj has just gone out to the market. പോയിട്ടുണ്ട്. ജസ്റ്റ് പോയിട്ടുണ്ട്, പറയാം. ഓക്കെ, പിന്നെ ഞങ്ങൾ ഒരു നടത്തത്തിന് വേണ്ടി പോയിട്ടുണ്ട്. അപ്പൊ we have gone for a walk. We have gone for a walk. നടക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഞങ്ങൾ അന്ന് നടക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഞങ്ങൾ എന്ന് പറയുന്നതിനേക്ക് നല്ല അവരാണ്, മറ്റുള്ളവരെ കുറിച്ച് പറയുന്നതാണെങ്കിൽ അവരാണ്. അപ്പോഴത്തേക്കും നടക്കാൻ പോയിട്ടുണ്ടെന്നേ നമ്മൾ പറയാറുള്ളൂ, അല്ലേ? കുഴപ്പമില്ല. സംഭവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സംഭവം നിങ്ങൾക്ക് മനസ്സിലായത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ഒരു ഐഡിയ കിട്ടിയല്ലോ. അങ്ങനെ കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് സെന്റൻസ് അത് കറക്റ്റ് ഒരു സെന്റൻസ് നല്ല രീതിയിൽ മേക്ക് ചെയ്യാൻ പറ്റും വിത്തൗട്ട് ഗ്രാമർ മിസ്റ്റേക്ക്. ഓക്കെ, ഒരു ഐഡിയ കിട്ടിയാൽ മതി ഈ ടെൻസ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എന്തിന്റെ സബ്ജക്റ്റിന്റെ കൂടെ ഏതൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്, വെർബ് എങ്ങനെയാണ് വരേണ്ടത് എന്നൊക്കെ അറിഞ്ഞാൽ തന്നെ ഒരു സെന്റൻസ് നമുക്ക് ഈസി ആയിട്ട് മേക്ക് ചെയ്യാൻ പറ്റും. എന്താ, ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ലാതെ തന്നെ. അപ്പോ പോരെയത് ക്ലിയർ ആണല്ലോ. ഈ കൂടുതൽ എന്താ വേണ്ട, അല്ലെ? He has wrote a novel. A novel. Okay? A novel വേണം കേട്ടോ. A novel. He has wrote a novel. Wrote അല്ല വരാ, written ആണ് വരാ. We have gone to temple. Okay? Then ഇങ്ങനെ വരില്ലേ മിസ്സേ? ഒരു മെഹന്തി വർക്ക് ചെയ്തിട്ടുണ്ട്. ഐ ഹാവ് ഡൺ എ മെഹന്തി വർക്ക്. ഞാൻ ഒരു മെഹന്തി വർക്ക് ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ. സബ്ജക്റ്റിന് കൂടെ യൂസ് ചെയ്യേണ്ട ഹാസ് ആണോ ഹാവ് ആണോ നോക്കാം. അതിനുശേഷം യൂസ് ചെയ്യേണ്ട വെർബ് V3 ആണെന്ന് നോക്കാം. ഇത്രയും നോക്കിയാൽ തന്നെ കറക്റ്റ് ആണ്. പിന്നെ ഉള്ളതെല്ലാം ഒബ്ജക്ട് വൈസിൽ അങ്ങാണ് പൊക്കോളും. പിന്നെ പ്രൊപ്പോസിഷൻ ആണ്, അതും നിങ്ങൾക്ക് അറിയാം എങ്ങനെയൊക്കെ യൂസ് ചെയ്യണമെന്ന്. അപ്പൊ ആ രീതിയിൽ ഇതെല്ലാം കറക്റ്റ് യൂസ് ചെയ്തൊരു നല്ലൊരു സെന്റൻസ് മേക്ക് ചെയ്താൽ തന്നെ അതിലെ ഗ്രാമർ മിസ്റ്റേക്കോ കാര്യങ്ങളോ ഒന്നും വരില്ല. ഓക്കെ, അപ്പോ ഈ ടെൻസ് ക്ലിയർ ആണ്. ഐ ഹാവ് ലെഫ്റ്റ് മൈ ബുക്ക് ഇൻ കിച്ചൺ. പറഞ്ഞു വെച്ചിട്ടുണ്ട്. I have cleaned the house. Yes, correct. പിന്നെ സെന്റൻസ് ഉണ്ടാകുമ്പോ നമ്മൾ മൈൻഡിൽ വരുന്ന പോലെയാണ്. ഓ, ഐ ഹാവ് ലെഫ്റ്റ് മൈ ബുക്ക് ഇൻ കിച്ചൺ. അവർക്ക് ആലോചിക്കുന്ന രീതിയിൽ ഇതിൽ പെട്ടെന്ന് അങ്ങനെ മലയാളം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സെന്റൻസ് ഉണ്ടാക്കുമ്പോ അത് ഞാൻ കുറെ നേരം ആലോചിക്കേണ്ടി വരും. I have attended an interview. Yes. Just wait a second.
ഓക്കെ, എല്ലാവരും എക്സാമ്പിൾസ് സെൻഡ് ചെയ്യൂ കേട്ടോ. മാം ഒരു ഡൗട്ട് ഉണ്ടേ. ഓക്കെ, എന്താണ് ഡൗട്ട്? എന്താണ് സുസിയ ചോദിക്കൂ. ഇപ്പം ഞാൻ ഐ ഹാവ് അറ്റൻഡഡ് ആൻ ഇന്റർവ്യൂ എന്ന് പറഞ്ഞില്ലേ ഒരു സെന്റൻസ്. ഇപ്പം ഇന്നലെയാണ് അറ്റൻഡ് ചെയ്തതെന്ന് പറഞ്ഞാലും ഐ ഹാവ് അറ്റൻഡഡ് ആൻ ഇന്റർവ്യൂ യെസ്റ്റർഡേ എന്ന് പറയൂ. പറയാം പറയാം. ഞാൻ ഐ ഹാവ് അറ്റൻഡഡ് ആൻ ഇന്റർവ്യൂ യെസ്റ്റർഡേ. ഇപ്പം യെസ്റ്റർഡേ എന്ന് പറയുന്നത് നമുക്ക് പാസ്റ്റ് ആയിട്ടും പറഞ്ഞില്ലേ ആ ഒരു സെന്റൻസ്? അത് ഞാൻ പറയാം. അത് കൺഫ്യൂഷൻ വരുന്നത് വെച്ചാല് ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് പാസ്റ്റിൽ പറയാവുന്ന കാര്യമേ ഉള്ളൂ. മനസ്സിലായോ? അതെ. അതാണ് ഞാൻ പറഞ്ഞത്. സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടായിരിക്കണം നിങ്ങൾ ഈ ടെൻസ് യൂസ് ചെയ്യേണ്ടത്. പ്രസന്റിൽ ഒരു കംപ്ലീറ്റ് ആയ കാര്യങ്ങൾ പറയാനാണെങ്കിൽ നമുക്ക് ഈ ടെൻസ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഇന്നലെയോ അതിക്ക് മുന്നേ നടന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പറയുന്നെങ്കിൽ ഏറ്റവും നല്ലതല്ല, ഏറ്റവും സിമ്പിൾ നമുക്ക് യൂസ് ചെയ്യുന്നത് പാസ്റ്റ് ടെൻസ് ആണ്. പെട്ടെന്ന് നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. സിമ്പിൾ ആയിട്ട് പറയാം, ഐ അറ്റൻഡ് ആൻ ഇന്റർവ്യൂ യെസ്റ്റർഡേ, അങ്ങനെ പറയാം. അപ്പൊ ഇന്നൊരു ദിവസം ഇപ്പം റീസെന്റ് ആയിട്ട് നടന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മള് പിന്നെ പ്രസന്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലേ? അല്ലെങ്കിൽ പാസ്റ്റ് യൂസ് ചെയ്ത് സംസാരിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോ എന്താണ് പറയാ, ഇപ്പോ ഒരു നിങ്ങളോട് ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഇപ്പൊ നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്തിരിക്കുകയാണ് അല്ലെ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് പറയും? ഐ ആം ലിസണിങ് ഇംഗ്ലീഷ് ക്ലാസ് എന്ന് പറയാം അല്ലെ? നിങ്ങളാണ് ലിസണിങ് ഇംഗ്ലീഷ് ക്ലാസ് എന്ന് പറയാം, അല്ലെങ്കിൽ അറ്റൻഡിങ് ലൈവ് ക്ലാസ്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം. പ്രസന്റ് കണ്ടിന്യൂസ് വിളിച്ചിട്ട് പറയാം പറ്റും. സോ നിങ്ങളിപ്പോ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ വിളിക്കുകയാണ്, എന്റെ ക്ലാസ് കംപ്ലീറ്റ് ചെയ്തോ? ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ ഐ ഹാവ് ഫിനിഷ്ഡ് ദ ക്ലാസ് എന്ന് പറയാം. ഓക്കെ, മനസ്സിലായോ? അങ്ങനെ പറയുമ്പോ എന്താണ്, ഇപ്പോ നടന്നൊരു കാര്യം കംപ്ലീറ്റ് ആയതാണ് അല്ലെ? അതിന് പകരം നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം ഐ കംപ്ലീറ്റഡ് മൈ ക്ലാസ് എന്നും പറയാറുണ്ട്. ശരിയല്ലേ? പാസ്റ്റ് എന്ന് പറയുമ്പോ ഒരു സെക്കൻഡ് ആണെങ്കിൽ പോലും അത് കഴിഞ്ഞു പോയെങ്കിൽ അത് പാസ്റ്റ് ആണ്. മനസ്സിലായോ? അപ്പോ ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ സൂസിയെ വെച്ച് ചോദിച്ച ഡൗട്ടില് എനിക്ക് കിട്ടിയ ഒരു ഐഡിയ എന്ന് പറയുമ്പോ, പാസ്റ്റിൽ നടന്നിട്ടുള്ളതാണ്, ഇന്നലെ നടന്നിട്ടുള്ളതാണെങ്കിൽ നമുക്ക് നോർമലി അത് നമ്മൾ പാസ്റ്റ് ടെൻസിൽ വെച്ചിട്ട് ഐ അറ്റൻഡഡ് ആൻ ഇന്റർവ്യൂ യെസ്റ്റർഡേ എന്ന് നമുക്ക് പറയാം. പക്ഷെ അത് ഇന്ന് ഉച്ചയ്ക്കാണ് നടന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്തൂടെ? ഐ ഹാവ് അറ്റൻഡഡ് ആൻ ഇന്റർവ്യൂ അറ്റ് നൂൺ. ഇപ്പൊ നടന്നു, ഇന്ന് നടന്നു, അപ്പൊ അത് പാസ്റ്റ് ആയിട്ടില്ല, അത്രയ്ക്കും അങ്ങ് പാസ്റ്റ് ഇല്ല, 12 മണിക്ക് ശേഷം നടന്നേ ഉള്ളൂ. അപ്പൊ ഇത് യൂസ് ചെയ്തൂടെ? അങ്ങനെയും ചെയ്യാം. ഞാൻ പറഞ്ഞില്ല, നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് ആ രീതിയിൽ നമുക്ക് ചെയ്യാം. ഇനി അവിടെ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്തത് കൊണ്ടും വലിയ തെറ്റൊന്നും സംഭവിക്കുന്നില്ല. മനസ്സിലായോ? അത്രയേ ഉള്ളൂ. സിമ്പിൾ. ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അതാണ് പ്രസന്റ് ടെൻസിലെയാണ് പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത്. അത് പ്രസന്റ് ടെൻസ് ആണ്, പാസ്റ്റ് ടെൻസിലേക്ക് പോയിട്ടില്ല. മനസ്സിലായോ? അപ്പൊ പ്രസന്റ് ടെൻസില് ഒരു കാര്യം കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ടെൻസ് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങള് മനസ്സിലാക്കി പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ നമ്മൾ എല്ലാ കാര്യങ്ങളും പാസ്റ്റ് ടെൻസ് വെച്ചിട്ടാണ് പറയാറ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മള്? അല്ലെ? എന്തൊരു കാര്യം കംപ്ലീറ്റ് ആയാലും, അതിപ്പോ കംപ്ലീറ്റ് ആണെങ്കിലും കുറച്ച് നേരത്തെ മുമ്പ് കംപ്ലീറ്റ് ആയ ഒരു പ്രോസസ് ആണെങ്കിലും നമ്മൾ പാസ്റ്റ് ടെൻസ് വെച്ചിട്ട് സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞു തീർക്കും അല്ലെ? കുറച്ചുകൂടെ. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി. ഇപ്പോ നടന്ന കാര്യം നമുക്ക് പാസ്റ്റ് ടെൻസ് പറയാതെ ഏറ്റവും നല്ലത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് വെച്ച് പറയുന്നതാണ് നല്ലത് നമുക്ക് ഇപ്പൊ തോന്നി. ശരിയല്ലേ? അപ്പോ നിങ്ങളോട് ഇനി ആരെങ്കിലും അത് പറഞ്ഞാലും നിങ്ങൾ പറഞ്ഞാലും നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കും. അവന് ഉദ്ദേശിച്ചത് ഇപ്പോ കംപ്ലീറ്റ് ആയ ഒരു കാര്യം പറഞ്ഞതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ശരിയല്ലേ? എത്തിയോ? ക്ലിയർ ആയോ? മനസ്സിലായില്ലേ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂട്ടോ. എന്താണെങ്കിലും ചോദിക്കുക. എന്ത് ഡൗട്ട് ആണെങ്കിലും കുഴപ്പമില്ല, ചോദിക്കാം. ക്ലിയർ ആക്കാം നമുക്ക്.
എന്താണ് ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണെങ്കിൽ ക്ലിയർ എന്ന് മെസ്സേജ് അയക്കൂ, അല്ലെങ്കിൽ പറയൂ. Clear, ma'am. ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. എല്ലാ ടെൻസും പഠിച്ചതിന് ശേഷം നമുക്ക് കമ്പയർ ചെയ്യാം. അപ്പൊ കുറച്ചുകൂടെ ക്ലിയർ ആയിരിക്കും കേട്ടോ. ഓക്കെ, അടുത്ത ടെൻസിലേക്ക് നമുക്ക് പോട്ടെന്നാല്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പോട്ടെ. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ഹെഡിങ് ഏതാ? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇതിന്റെ കൂടെ തന്നെ എടുക്കണം, അല്ലെങ്കിൽ പിന്നെ മറന്നു അടുത്ത ക്ലാസ്സിലേക്ക് വെച്ചാല് കുറച്ച് കൺഫ്യൂഷൻ വരാം. കൂടെ എടുക്കുമ്പോൾ പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് മീനിങ് വരുന്നത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് മലയാളം മീനിങ് വരാട്ടോ. ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്ട്രക്ചർ വരുന്നത് സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് മിസ്സേ ഒരു മിനിറ്റ് മിസ്സേ, സ്ട്രക്ചർ പറയല്ലേ, ഒരു മിനിറ്റ്. സ്ട്രക്ചർ ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഓക്കെ മിസ്സേ. സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് verb പ്ലസ് ing എഴുതിയെടുക്കാം. ഓക്കെ, എഴുതിയോ? മിസ്സേ എഴുതി. സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് verb പ്ലസ് ing ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എടുത്തപ്പോ എല്ലാവരും ഇങ്ങോട്ട് ചോദിച്ചൊരു ചോദ്യമാണ്, ചെയ്യുകയാണ് എന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെയാണ് ആ വ്യത്യാസം വരുന്നത് കേട്ടോ. ചെയ്യുകയാണ് എന്ന് പറയുന്നതും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നതും മലയാളത്തിലാണെങ്കിൽ പോലും രണ്ടും രണ്ടാണ് അല്ലെ. ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തെയാണ് നമ്മൾ ചെയ്യുകയാണ്. ഞാൻ പഠിപ്പിക്കുകയാണ്, ഇപ്പോ പഠിപ്പിക്കുകയാണ്. പക്ഷെ ഞാൻ രാവിലെ തുടങ്ങി വൈകിട്ട് വരെ രാവിലെ തുടങ്ങിയ ഒരു പ്രവൃത്തിയാണ് ഞാൻ പറയുന്നെങ്കിലോ, ഞാൻ രാവിലെ മുതൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയില്ലേ? അപ്പോ ആ പറയുന്ന ഒരു സിറ്റുവേഷനിൽ ഞാൻ രാവിലെ മുതൽ പഠിപ്പിക്കുകയാണ് എന്ന് പറയുന്നതാണോ, രാവിലെ മുതൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നതാണോ കറക്റ്റ്? ഏതാണ് കറക്റ്റ്? ഫസ്റ്റത്തെ രാവിലെ മുതൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അങ്ങനെ ഒരു കാര്യം പറയണമെങ്കിൽ നമ്മൾ ഈ ടെൻസ് യൂസ് ചെയ്യണം, എന്നാൽ മാത്രമേ ആ ഒരു മീനിങ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഞാൻ രാവിലെ മുതൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെങ്ങനെയാ പറയാ? സബ്ജക്ട് ഏതാണെന്ന് നോക്കാം, verb ഏതാണെന്ന് നോക്കാം. ഈ സെന്റൻസ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കി. ഞാൻ രാവിലെ മുതൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടെ പ്രപ്പോസിഷന്റെ ആവശ്യമുണ്ട്. I have been teaching. രാവിലെ മുതൽ Morning. അതാണ് പ്രപ്പോസിഷൻ പഠിക്കണം. പ്രപ്പോസിഷൻ പഠിക്കണം. Since morning. I have been study since in the morning. ആണോ? Since in the morning വേണ്ട, since morning. Since morning. In the morning. Sorry, അറിയാതെ പറഞ്ഞു ഇതാ. അറിയാതെ അവിടെ ചൂസ് ചെയ്യാൻ കറക്റ്റ് ആയിട്ട് അപ്പൊ തന്നെ ടെക്സ്റ്റ് ചെയ്തു. I have been teaching since morning. ഞാൻ രാവിലെ മുതൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? കണ്ടിന്യൂസ് പ്രോസസ് ആണ്. നേരത്തെ കാർത്തിക ഒരു എക്സാമ്പിൾ പറഞ്ഞു, for 5 years എന്ന് പറഞ്ഞിട്ട്. She has studied Spanish for 5 years എന്ന് പറഞ്ഞു. അവിടെ ഏറ്റവും നല്ലത് ഈ ടെൻസ് ആണ്. She has been studying French for 5 years. 5 വർഷമായിട്ട് അവള് ഫ്രഞ്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയണം.
അപ്പൊ അവിടെ നമ്മൾ ആഡ് ചെയ്യേണ്ടത്, അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ടെൻസ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. മനസ്സിലായോ? അവിടെ ഇവിടെ ഒരു പ്രവൃത്തി കംപ്ലീറ്റ് ആയിട്ടില്ല, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്ന് തുടങ്ങിയ കാര്യം ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ടെൻസ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. പാസ്റ്റിൽ തുടങ്ങിയ ഒരു പ്രവൃത്തി അറ്റ് പ്രസന്റിലും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഏത് ടെൻസ് ആയിരിക്കണം? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. യെസ്, മനസ്സിലായില്ലെങ്കിൽ നോട്ടിൽ എഴുതിയിരിക്കുക. പാസ്റ്റിൽ തുടങ്ങിയ ഒരു പ്രവൃത്തി പ്രസന്റിലും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ, പാസ്റ്റിൽ തുടങ്ങിയ ഒരു പ്രവൃത്തി പ്രസന്റിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രവൃത്തിയെ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് വെച്ചിട്ടാണ് പറയുന്നത് അല്ലെങ്കിൽ പറയേണ്ടത്. ഇതാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. സോ സിമ്പിൾ അല്ലേ? പാസ്റ്റിൽ തുടങ്ങിയ പ്രവൃത്തി പ്രസന്റ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ചെയ്യുന്നത്. യൂസ് ചെയ്ത് പറയണം. നിങ്ങളിപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ എത്ര നാളായി ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങിയിട്ട്? ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അല്ലേ? ആണ്. അപ്പൊ ഐ ഹാവ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് നോ. Yeah, I have been learning English since childhood വഴി പറയാം. കുട്ടിക്കാലം മുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ശരിയല്ലേ? അന്ന് അവിടേക്ക് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇംഗ്ലീഷ്. എന്നിട്ട് നടക്കുന്നുണ്ടോ? Since childhood. അപ്പൊ ഇവിടെ മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് സിൻസ് വരും, then for വരും. അത് രണ്ടുമാണ് മോസ്റ്റ്ലി വരാറുണ്ടോ. സിൻസും ഫോറും ടൈം ഡ്യൂറേഷനും എങ്ങനെയാണെന്ന് പറയണം. അതെ, മെയിൻലി നമ്മൾ ഈ ടെൻസിൽ ടൈം ഡ്യൂറേഷൻ പറയുന്നത്. അപ്പം മുതൽ ചെയ്യുന്ന, രാവിലെ മുതൽ ചെയ്യാണ്, 2-3 വർഷമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് നമ്മൾ മലയാളത്തിലാണെങ്കിൽ പോലും പറയാം. അപ്പൊ യൂസ് ചെയ്യുന്നത് സിൻസും ഫോറും ആയിരിക്കും വരാറ്. ചാൻസ് കൂടുതൽ അങ്ങനെയാണ് വരുന്നത്. നീ എത്ര നാളായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊരു ചോദ്യം വരികയാണെങ്കിൽ എങ്ങനെ ചോദിക്കും? ഇവിടെ എത്ര നാളായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എത്ര നാള് എന്ന് ചോദിക്കുമ്പോ എത്ര നാൾ എന്നാണെങ്കിൽ how long ആണ്. You have been working. You have been working. Here. How long have you been working here? എത്ര നാളായിട്ട് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് ചോദിക്കുമ്പോൾ, ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ തന്നെ പറയുമ്പോൾ ബീൻ ഉണ്ട്. പിന്നെ ക്വസ്റ്റൻ ആയതുകൊണ്ട് ഹാവ്, ഇതാണ് സബ്ജക്റ്റിനേക്കാളും മുന്നിൽ ഹാവ് ആണ് വരുന്നത്. സോ സിമ്പിൾ അല്ലെ? ഹൗ ലോങ് ഹാവ് യു ബീൻ വർക്കിംഗ് ഹിയർ? ഓക്കെ ആണോ? ഈ രണ്ട് ടെൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടോ? ഒരു ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത് പ്രസന്റ് ടെൻസിൽ കംപ്ലീറ്റ് ആയ ഒരു കാര്യത്തെ പറയാനായിട്ട് പ്രസന്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യുന്നു. കണ്ടിന്യൂസ് എന്താണ്? പാസ്റ്റിൽ നടന്നൊരു പ്രവൃത്തി നമ്മൾ പ്രസന്റിലും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് വെച്ച് പറയും. ഓക്കെ, ക്ലിയർ? അതോടുകൂടി നമ്മൾ പ്രസന്റ് ടെൻസ് കംപ്ലീറ്റ് ആയി ആയിട്ടുകൊണ്ടിരിക്കുകയല്ല. ഇപ്പം ഹൗ ലോങ് ഹാവ് യു ബീൻ വർക്കിംഗ് ഹിയർ എന്ന് പറയുമ്പോൾ നീ എന്നുള്ള ചോദ്യം വന്നു. നീ അവൾ എത്ര നാളായിട്ട് ഇവിടെ വർക്ക് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്ക് ഹാവിന് പകരം ഹാസ് ആവും അല്ലേ? യു വരും. ഹൗ ലോങ് ഹാസ് ഷീ ബീൻ വർക്കിംഗ് ഹിയർ? അപ്പോ ഹാസ് ഹാവും എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് മനസ്സിലായല്ലോ? ക്ലിയർ ആയില്ലേ? ക്ലിയർ ആണ് മിസ്.
ഇത്രയേ ഉള്ളൂ ഗ്രാമർ. ഗ്രാമർ അല്ല, ടെൻസ്. എങ്ങനെയുണ്ട് ടെൻസ്? ഓക്കെ ആണോ? പ്രസന്റ് ടെൻസ് കഴിഞ്ഞു. സിമ്പിൾ ആണോ? സിമ്പിൾ ആണ്, സിമ്പിൾ ആണ്. ഇനിയിപ്പോ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ പറ്റും അല്ലെ? ഒരു മലയാളം പറഞ്ഞാല് അത് മലയാളം ഏത് ടെൻസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനും പറ്റും, അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ അല്ലേ? ഓക്കെ ആണ്, സെറ്റ്. തെറ്റാണ്. അപ്പോ കുറച്ച് ടെൻസിൽ കുറച്ചുകൂടെ ഒരു ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയ ഒരു പോർഷൻ അല്ലേ ഈ ഹാസ്, മേ, ഹാവ്, മീൻ ഒക്കെ അല്ലേ? ആണോ? അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നോ? എന്റെ ഒപ്പീനിയന് അല്ല മിസ്, കൊള്ളാം. ഈസി ആയിട്ട് മിസ് അത് എടുത്തു തന്നു, കുറെ ഡിഫിക്കൽട്ട് ആക്കി തന്നില്ല. കുറെ പേർക്ക് ഒന്നും അറിയാത്തവർക്ക് പോലും നല്ല രീതിയിൽ മനസ്സിലാവും. പക്ഷെ അതേസമയം ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ട് മനസ്സിലാവത്തില്ലായിരുന്നു. എടുത്തു തന്ന ആ ഒരു വേയില് ഇറ്റ്സ് ഓക്കെ. ആർക്കെങ്കിലും പിന്നെ ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറയൂ കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. കാരണം ടെൻസ് നന്നായിട്ട് പഠിക്കണം. പഠിച്ചില്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് ഇതുപോലെ പഠിക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു ചാൻസ് കിട്ടാൻ വളരെ കുറവാണ്. ഓക്കെ, അതുകൊണ്ട് എന്താണെങ്കിലും എന്ത് ഡൗട്ട് ആണെങ്കിൽ പോലും ചോദിക്കാം. എന്തോ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനിവോൺ? ഒരാൾക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. അയ്യോ ചോദിച്ചാലും മിസ് എന്ന് വിചാരിക്കും എന്നൊന്നും ചിന്തിക്കേണ്ട, ഒന്നും ചിന്തിക്കേണ്ട, ചോദിക്കാം. ഓക്കെ ആണോ? നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ പ്രസന്റ് ടെൻസ് ഫുള്ള് ഞാൻ പറയിപ്പിക്കും. എല്ലാവരും കൊണ്ട് ഞാൻ പറയിപ്പിക്കും. എല്ലാവരും ക്ലാസ്സിൽ എത്ര പേരുണ്ടോ അവരെ കൊണ്ടൊക്കെ ഞാൻ പറയിപ്പിക്കും. എല്ലാവരും പേരും വിളിക്കും. പിന്നെ പേര് വിളിക്കുമ്പോ റെസ്പോണ്ട് ചെയ്യാത്തവരുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല, ചെയ്യാത്തവരുണ്ട്. വേറെ വഴിയൊന്നുമില്ല, പേര് വിളിക്കാൻ മാത്രമേ ഉള്ളൂ. റെസ്പോണ്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, നിങ്ങൾക്ക് പഠിക്കണം. പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ റെസ്പോണ്ട് ചെയ്ത് കാര്യങ്ങളെല്ലാം പറയാം. ടെൻസ് എല്ലാവരും എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത് അത് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാം. അതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിലും എനിക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക. മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, അത് മിസ്റ്റേക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എല്ലാവരെയും കൊണ്ട് പറയിപ്പിക്കുന്നത്. മനസ്സിലായോ? മിസ്റ്റേക്ക് വന്നാലും പ്രോബ്ലം ഒന്നുമില്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. മിസ്റ്റേക്ക് വന്നാലും പ്രോബ്ലം ഇല്ല. മിസ്റ്റേക്ക് വരുന്നതാണ് കുറച്ചുകൂടെ നല്ലത്, കാരണം കുറച്ചുകൂടെ ക്ലിയർ ആകും. ഓക്കെ, കുറച്ചുകൂടെ എക്സ്പ്ലനേഷൻ കിട്ടുമ്പോ മറ്റേ മനസ്സിലാകാത്തവർക്ക് പോലും മനസ്സിലാകും, മനസ്സിലായവർക്ക് കുറച്ചുകൂടി ക്ലിയർ ആകും. അത്രയേ ഉള്ളൂ, അതിന് വേണ്ടി പറയിപ്പിക്കുന്നതാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ പ്രസന്റേഷൻ ആണല്ലോ പറയും, ചോദിക്കുമല്ലോ മിസ് എന്ന് വിചാരിച്ചിട്ട് ആരും ജോയിൻ ചെയ്യാതെ ഇരിക്കണ്ട, നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് കേട്ടോ. ഓക്കെ ആണോ? കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഓക്കെ ആണ് മാം. ഓക്കെ ആണ്. ഓക്കെ ആണ്, അറിയാം. അപ്പോ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ പറയിക്കും. എല്ലാവരും അതിന് റെഡി ആയിട്ട് വരാം. സിമ്പിൾ ആയിട്ട് ഇപ്പൊ പറയുകയാണെങ്കിൽ പ്രസന്റ് ടെൻസ് ആണ് നമ്മുടെ അടുത്ത് കംപ്ലീറ്റ് ചെയ്തത്. അതില് 4 ആക്ഷൻസ് ഉണ്ട്. സിംപിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. സിംപിൾ പ്രസന്റ് എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്നു എന്നാണ്. ഞാൻ ചെയ്യുന്നു. ഓക്കെ, ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് സ്ട്രക്ചർ എന്താ വരാ? സബ്ജക്ട് പ്ലസ് V1 ആണ് വരാ. ഐ സിംഗ് എ സോങ്, ഒരു പാട്ട് പാടുന്നു. ഐ സിംഗ് എ സോങ്. ഓക്കെ, അതിന്റെ വേറെ എക്സസൈസോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. നെക്സ്റ്റ് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. ഒരു പ്രവൃത്തി ചെയ്തു, ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ പ്രസന്റ് എന്താ ചെയ്യുന്നത് ആ കാര്യം പറയാൻ യൂസ് ചെയ്യുന്ന ടെൻസ് ആണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. സ്ട്രക്ചർ വരുന്നത് സബ്ജക്ട് പ്ലസ് ഈസ്, ആം, ആർ പ്ലസ് ഓ പ്ലസ് ing. ഓക്കെ, ഐ ആം ടീച്ചിങ് അല്ലെ, ഐ ആം ടീച്ചിങ് ഇംഗ്ലീഷ്. ഓക്കെ, ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ്. ഐ ആം ടീച്ചിങ് ഇംഗ്ലീഷ്. അടുത്ത ടെൻസ് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. പ്രസന്റ് ടെൻസിൽ തന്നെ കംപ്ലീറ്റ് ആയ ഒരു കാര്യം പറയാൻ യൂസ് ചെയ്യുന്ന ടെൻസ് ആണ്. അപ്പൊ ഞാൻ ടീച്ചിങ് കംപ്ലീറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ എന്ത് വരും? ഐ ഹാവ് ഡൺ മൈ എന്ത് വരും? മിസ് എന്തുവരുന്ന കേട്ടില്ല, അതൊന്നും കൂടെ പറയാം മിസ്. ഞാൻ എന്റെ ടീച്ചിങ് കംപ്ലീറ്റ് ചെയ്തു. I completed my teaching. I have completed my Teaching. ടീച്ചിങ്. Yeah, I have done my teaching. I have completed my teaching. പറയാം. Yeah, correct ആണ്. അപ്പൊ ഒരു കംപ്ലീറ്റ് ആയിട്ട് പ്രോസസ്സിനെ പറയാനായിട്ട് പ്രസന്റ് പെർഫെക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അതിനുശേഷം ഉള്ളതാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് കഴിഞ്ഞാൽ പ്രസന്റിലും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ
ഇതനുസരിച്ച് പറയും. മലയാളം വരുന്നത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ രാവിലെ മുതൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹാവ് കുക്കിംഗ് സിൻസ് മോർണിംഗ്. ഓക്കെ, കുക്കിംഗ് സിൻസ് മോർണിംഗ് നിങ്ങൾ രാവിലെ മുതൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രസന്റ് ടെൻസ് നമ്മൾ പറഞ്ഞത്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ പ്രസന്റ് എന്തൊക്കെയാണ് ടെൻസ് എന്തൊക്കെയാണെന്ന് പറയണം, സ്ട്രക്ചർ പറയണം, മലയാളം മീനിങ് പറയണം, ഒരു 2-3 എക്സാമ്പിൾസും കൂടെ പറഞ്ഞ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പൊ എല്ലാ 4 ആക്ഷൻസും അടുത്ത ക്ലാസ്സിൽ വരുമ്പോ സ്ട്രക്ചേഴ്സ് ഉൾപ്പെടെ പഠിച്ചിട്ട് വരാം. ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാനുള്ളതാണ്. പറ്റുവാണെങ്കിൽ മാക്സിമം കുറച്ച് മലയാളം സെന്റൻസുകൾ നോക്കിയിട്ട് വരാം. ക്ലാസ് ഡിസ്കസ് ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ചെയ്യാം. ഓക്കെ, തിരിച്ച് മറിച്ചൊക്കെ നമുക്ക് ചെയ്യാം. ക്ലിയർ അല്ലേ? ഓക്കെ. ഓക്കെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ജെന്യുവൻ ആയിട്ട് ഒപ്പീനിയൻ പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങൾ ഇംഗ്ലീഷ് ക്ലാസ്സിൽ കംഫർട്ടബിൾ ആണോ? എല്ലാവരും ഒപ്പീനിയൻ കേൾക്കുന്നുണ്ടേ. കംഫർട്ടബിൾ ആണോ നിങ്ങൾ ക്ലാസ്സിൽ? അതിനോട് സംസാരിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ്. കംഫർട്ടബിൾ അല്ല, ഫസ്റ്റ് 1-2 ക്ലാസ്സുകൾ ആദ്യത്തെ കുറച്ച് ക്ലാസ്സുകളിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓക്കെ ആയിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് സംസാരിക്കാനായിട്ട് ഞാൻ മൈക്ക് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. സൗണ്ട് ക്ലിയർ ആവുന്നില്ല കേട്ടോ. ഫസ്റ്റ് 2-3 ക്ലാസ്സുകളിൽ ഞാൻ അങ്ങനെ മൈക്ക് ഓൺ ചെയ്ത് സംസാരിക്കാറില്ലായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോ എനിക്ക് കുറച്ച് എന്താ കോൺഫിഡൻസ് കിട്ടിയാലൊക്കെ തോന്നി. അങ്ങനെയാണ് ഞാൻ പിന്നെ ഓരോ ഡൗട്ട്സ് ആയാലും ചോദിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. സൂസിയൊക്കെ ഓക്കെയാണ്, കംഫർട്ടബിൾ ആണ്. ഇനി ആരെങ്കിലും ആർക്കെങ്കിലും ഇതിന് പറയാനുണ്ടോ? ഇല്ല, കംഫർട്ടബിൾ അല്ല എന്നാണോ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങളൊരു കാര്യം ഞാൻ പറയട്ടെ. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും മോസ്റ്റ്ലി ക്ലാസ്സിലുള്ളത് എല്ലാവരും വുമൻസ് ആണ്. മോസ്റ്റ്ലി ഉള്ളത് കുറവാണ്. ഓക്കെ, നിങ്ങളൊരു കാര്യം പറയാനുണ്ട് എനിക്ക്. എന്തുണ്ടെങ്കിലും എന്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആരും ആയിക്കോട്ടെ, എത്ര പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളായിക്കോട്ടെ, ഒരു കാര്യം നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ അഭിപ്രായം നമുക്ക് അവരുടെ മുഖത്ത് നോക്കി പറയാവുന്നതാണ്. അതിന് നിങ്ങൾ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? എന്റെ ഒപ്പീനിയൻ ആണ് ഞാൻ പറയുന്നത്. എനിക്ക് ഒരു തോട്ടാണ് അത്. ആരെന്ത് ചോദിച്ചാലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഓക്കെ, എന്നോടൊന്നല്ല ആരോടാണെങ്കിലും. ഇപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, കംഫർട്ടബിൾ ആണോ? കംഫർട്ടബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്റെ മുഖത്ത് നോക്കി പറയാം, മിസ് ഞാൻ കംഫർട്ടബിൾ അല്ല. അങ്ങനെ പറഞ്ഞത് കൊണ്ട് എനിക്ക് നിങ്ങളോട് ദേഷ്യമോ ഒന്നും തോന്നില്ല. അത് ആദ്യം മനസ്സിലാവും കേട്ടോ. നമുക്ക് നമ്മുടെ അഭിപ്രായം ആരോട് വേണമെങ്കിലും പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ഓക്കെ, എസ് മാത്രം പറഞ്ഞാൽ പോരാ, നോയും കൂടെ പറഞ്ഞു പഠിക്കണം. നിങ്ങളോട് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ള കാര്യം, നോയും കൂടെ പറഞ്ഞു പഠിക്കണം നമ്മൾ. ഓക്കെ, എല്ലാരും ഓക്കെ ഞാൻ ചെയ്യാം, ഓക്കെ 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 എന്ന് പറഞ്ഞ് സമ്മതിച്ചിട്ട് കാര്യമില്ല. പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറയണം. ആ ഒരു ധൈര്യം കൂടെ നമുക്ക് കാണിക്കണം കേട്ടോ. ഓക്കെ, വുമൻസ് കേൾക്കുന്നുണ്ടോ? വുമൻസ് അല്ല വുമൻ കേൾക്കുന്നുണ്ട് മാം. കേൾക്കുന്നുണ്ട്. കേൾക്കുന്നില്ല. അപ്പൊ കംഫർട്ടബിൾ ആണ്. നെഗറ്റീവ് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും നെഗറ്റീവ് പറയാനുണ്ടോ ആർക്കെങ്കിലും? എന്തെങ്കിലും നെഗറ്റീവ് ഇല്ല മിസ്സേ, ഇല്ല. ഫസ്റ്റ് മാത്രമേ ഉള്ളൂ എനിക്ക് വയ്യ. മിസ്സിന്റെ സ്മൈലാണ് പറയാൻ പറ്റുള്ളൂ. ഇല്ല, ഓക്കെ. എന്തോ പറഞ്ഞല്ലോ. അല്ല, മിസ്സിന്റെ സ്മൈലാണ് ഏറ്റവും പോസിറ്റീവ് ആയിട്ട് വരുന്നത്. അതെ അതെ, ഞാൻ എപ്പോഴും ചിരിച്ചിരിക്കാറ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? ക്ലാസ്സിൽ ഫുൾ ടൈം ഞാൻ ചിരിച്ചിരിക്കാം. അങ്ങനെ വേണം എല്ലാവരും. നമുക്ക് സങ്കടം ഉണ്ടെങ്കിൽ പോലും നമ്മൾ ചിരിച്ചിരിക്കണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നിങ്ങള് കുറച്ചുകൂടെ ആക്റ്റീവ് ആവുക എല്ലാവരും. ഭയങ്കര ആക്റ്റീവ് അല്ല നിങ്ങള്, കുറച്ചൊരു ആക്റ്റീവ് ആകും. നിങ്ങൾ സംസാരിക്കൂ. ഓക്കെ, ഇത്രയും കംഫർട്ടബിൾ ആയിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നില്ല. അപ്പൊ തിരിച്ചും ഇത് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, ഞാനിപ്പോ ഒരു ഓൺലൈൻ ക്ലാസ് ആയിട്ടല്ല കാണും. ഇപ്പൊ ഓൺലൈൻ ക്ലാസ് ആയിട്ട് ഇപ്പൊ തോന്നാറില്ല, ഓഫ്ലൈൻ ആയിട്ട് തോന്നാറ്. നിങ്ങൾ എല്ലാവരും ഫ്രണ്ടിൽ ഉണ്ട് എന്നൊരു തോന്നലുണ്ട്. മനസ്സിലായോ? അപ്പൊ എന്നോടും ഇതേപോലെ സംസാരിക്കുക. ഓക്കെ ആണോ? ഒരു പ്രാവശ്യം ഞാൻ പറയുന്നുണ്ടെന്ന് അറിയോ നിങ്ങളോട്? സംസാരിക്കൂ സംസാരിക്കൂന്ന്. സംസാരിക്കുക ക്ലാസ്സില്.
ഓക്കെ, ഇനി അങ്ങോട്ട് ചിലപ്പോ ഇംഗ്ലീഷിലൊക്കെ സംസാരിക്കേണ്ടി വരില്ലേ, അന്നേരത്ത് നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് വരും. അപ്പോ കംഫർട്ടബിൾ ആയിട്ടിരിക്കാം. അഞ്ജന എന്തെങ്കിലും പറയുമെന്നാണോ? ഇല്ല, ഓക്കെയാണ് മിസ്. ഓക്കെയാണ്. അതുപോലെ ആക്റ്റീവ് ആയിട്ടിരിക്കുക. പ്രസന്റ് ഇല്ലേ, നമ്മളിപ്പോ ഒരു കാര്യം ചെയ്യുന്നു എന്ന് പറയുന്നതിനല്ലേ നമ്മൾ സിമ്പിൾ പ്രസന്റ് യൂസ് ചെയ്യുന്ന. അപ്പോഴത്തേക്കും ഞാൻ ഒരുപാട് ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ സബ്ജക്ട് പ്ലസ് V1 അങ്ങനെ വരുമ്പോ സബ്ജക്ട് ഞാൻ ഐ, അതില് വെർബ് വരുന്നത് ലാഫ് ആണ്. അപ്പൊ ഐ ലാഫ് എ ലോട്ട് ഇങ്ങനെയല്ലേ വരിക? ഞാൻ ഒരുപാട് ചിരിക്കുന്നു എന്ന് പറയും. ഒരുപാട് ചിരിക്കുന്നു. ഓക്കെ, താങ്ക് യു മിസ്. ഓക്കെ, അപ്പോ ക്ലാസ്സിൽ കംഫർട്ടബിൾ ആയിട്ടിരിക്കുക. നെക്സ്റ്റ് ക്ലാസ് വരുമ്പോൾ നാളെയാണ്. അപ്പൊ നാളെ വരുമ്പോ നമുക്ക് ടെൻസ് റിവൈൻഡ് ചെയ്യാം. പ്രസന്റ് ടെൻസ് ഇനി നാളത്തോട് കൂടി നമ്മൾ പ്രസന്റ് ടെൻസ് അവസാനിപ്പിക്കും. ചാൻസ് എല്ലാവരെയും കൊണ്ട് പറഞ്ഞതിന് ശേഷം ഞാൻ അവസാനിപ്പിക്കുള്ളൂ കേട്ടോ. നാളെ മോർണിംഗ് ആണോ അതോ ഉച്ചയ്ക്കാണോ ക്ലാസ്? ഫസ്റ്റ് ഞാനാണ്. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും ആക്റ്റീവായിട്ട് തന്നെ വരാം. ഓക്കെ. നാളെ ഞാൻ കാണുമോന്നൊരു ഡൗട്ട് ഉണ്ട് രാവിലെ. അയ്യോ പാടാണ്, എന്നാലും കുഴപ്പമില്ല, അറ്റൻഡ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കാം. കുറച്ച് തരാന്ന് പറഞ്ഞായിരുന്നു. ഇറഗുലർ വെർഷന്റെ 3 ഫോംസ് നമുക്ക് കുറച്ച് തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറഗുലർ വെർഷൻ V1 V2 V3 ഫോമിലുള്ള തരാന്ന് പറഞ്ഞായിരുന്നു. ഒരു കാര്യം ചെയ്യാം, നാളെ തരട്ടെ? മതി. അപ്പൊ പറയണ്ട, ഇപ്പൊ ആർക്കും പ്രസന്റ് ചെയ്യാൻ താല്പര്യമില്ല. ഒരു കാര്യം ചെയ്യുമെന്നല്ല, നെക്സ്റ്റ് മൺഡേ നമുക്ക് പ്രസന്റ് കംപ്ലീറ്റ് ചെയ്യാം, പ്രസന്റ് ചെയ്യാം. നാളെ നമുക്ക് V1 V2 V3 ഫോം ഞാൻ തരാം. മിസ്സേ നാളെ ഒന്നും പഠിക്കില്ലേ മിസ്സേ? എന്തെങ്കിലുമൊക്കെ എഴുതിപ്പിക്കും, നാളെ ഞാൻ കാണത്തില്ല രാവിലെ. ഓക്കെ, റസിയ ഞാനത് ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. നാളെ നിങ്ങൾക്ക് എഴുതാൻ തരാം. നെക്സ്റ്റ് മൺഡേ നമുക്ക് റിവൈൻഡ് ചെയ്യാം. ഓക്കെ, യെസ്. അപ്പൊ പോട്ടെ ഞാൻ. Thank you all. See you on the next class. Bye. Thank you, ma'am.